ഗായ്സ്, അപ്പോൾ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇനി നമുക്ക് എന്ത് വ്യൂ ആ നോക്കണേ. ചായ കുടിച്ചിട്ട് സ്നോർക്ലിങ്ങിന് പോകാനുണ്ട്. കുതിരുണ്ടോ? എന്തിൻ്റെ കാലടിയാളാ? ഇവിടെ കുതിര എന്തോന്നുണ്ട് തോന്നുന്നത്. എന്തിൻ്റെ കാലടിയാളായിരിക്കല്ലോ. വ്യൂ നോക്കി രാവിലെ തന്നെയുള്ള എന്ത് കാറ്ററിയാം, ഫുൾ ടൈം കാറ്റ്. ചായ കുടിച്ചിട്ട് കുറച്ച് സമയമാണ് പോയിരിക്കണം. ഇതാണ് നമ്മളെ റൂം. ചായ അടിച്ചിട്ട് വരാം അങ്ങോട്ട്. ചായ അടിച്ചിട്ട് അന്ന് കുറച്ചേരം ഇരിക്കല്ലേ. നമുക്ക് ഇനി ഇന്ന് മാറ്റാനില്ലല്ലോ. ഇന്ന് മറ്റേ വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഡ്രസ്സിൽ തന്നെ അവിടെ പോവാം. ഫോട്ടോ എടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം ഗൈസ്. തുറക്കാൻ പറ്റുന്നില്ല. ടോസ്റ്റഡ് ബ്രെഡ്സ്, ചപ്പാത്തി. സ്മെല്ലുള്ളോണ്ടാ? അത് തുറക്കാൻ പറ്റാത്ത. ഓംലെറ്റ്, നൂൽപുട്ട്. അത് കണ്ടില്ല. നൂൽപുട്ട്, കടലക്കറി. എവിടെ ജാമും ബട്ടറും ഉണ്ട്. നമുക്ക് തിന്നാം ഗൈസ്. എന്താ പേര്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2-ലെത്തിയോ? അപ്പൊ ഈ ചെറിയ വാവാ? ഇന്ന് സ്കൂളില? ഞായറാഴ്ച. നിങ്ങളെ വീടേതാ? വീടെവിടാ? എന്റെ കാക്കയൊക്കെ ഉണ്ടോ? എത്ര കാക്കമാരുണ്ട്? 5. എനിക്കോ? അനിയനള്ളേ? ഒറ്റ മോളാ? ഓ, അനിയത്തി. നിങ്ങൾ രണ്ടാളെ ഏട്ടാ പോണേ? വിളയാടാൻ വന്നതാ? നിങ്ങൾ എന്താ വിളയാടല്? നിങ്ങൾ വെള്ളത്തിലൊക്കെ പോകണ്ടോ? നീ അപ്പൊ എങ്ങനെ വെള്ളത്തിൽ പോവാ? ഓ, ഇവള് 1-ല്, ഇവള് 2-ല്. രണ്ടാളല്ലേ സ്ഥലത്തേക്കാണേ. നിങ്ങൾ രണ്ടാളേ ഉള്ളൂ? ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? മദ്രസ പോയി. നിങ്ങളൊന്നും മദ്രസ പോയില്ല? പോയി വന്നേ. നിങ്ങളിപ്പോ എന്താ കളിക്കാൻ പോണേ? സത്യം. ഹായ് പറ. കരഭാഗത്ത് തന്നെ മീന്. പാൻ്റൊക്കെ നനഞ്ഞ് ചീഞ്ഞ് മീൻ. നമ്മൾ വന്നോണ്ടെല്ലാം പോയി ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ സമയമായി. നമ്മൾ രാവിലെ എണീച്ച് കുറച്ച് ഷൂട്ടും പരിപാടിയൊക്കെ ചെയ്ത് ഇനി നമുക്ക് നമ്മൾ ആക്ടിവിറ്റീസ് തുടങ്ങാം ഗൈസ്. ഇന്ന് മൊത്തം വാട്ടർ ആക്ടിവിറ്റീസ് അല്ലേ? വാട്ടർ ആക്ടിവിറ്റീസ് അല്ലേ ഇന്ന് ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. ഇതാണ് നമ്മുടെ ഗെയിം. അതെ, നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാ? ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? സ്ഥലം എവിടാ? സ്ഥലം അറിയൂല ഗൈസ്. അതന്നെ, അധികം എത്ര പോയാലും ഒരു 7 കിലോമീറ്റർ. എന്താ പറയാ, നമ്മുടെ കൈതപ്പുലങ്ങാടി അല്ല, അത്രക്കുള്ള ചെറിയൊരു സ്ഥലം.
കുറച്ച് ആൾക്കാർ, അതായത് അപ്പൊ ഈ ഒരു എൻഡിൽ നിന്ന് ഒരാളെ കണ്ടാൽ മറ്റേ എൻഡിൽ പോയാൽ മൂപ്പരെ പിന്നെയും കാണും. അത്രയൊക്കെ ഉള്ളു സ്ഥലം. വളരെ സമാധാനത്തോടെ പീസായി വന്നിരിക്കാൻ, കടലും കാറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷെ അതെ 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 നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. യെസ്, വളരെ സമാധാനത്തോടെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പരിപാടി. കുന്നും മലയും പ്രതീക്ഷ അപ്പൊ പ്രതീക്ഷിക്കില്ല. എന്തായാലും രസമുണ്ട്, കൊള്ളാം. അതെ അതെ, വന്ന് വെക്കേഷൻ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഗൈസ്. വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഉച്ചക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം കൊണ്ട് കണ്ട് നടന്ന് തീർക്കാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ. ഗായ്സ്, മീൻ പിടിക്കുന്നത് കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഗായ്സ്, ഇവിടുന്ന് മീൻ പിടിക്കുന്ന രംഗം ഒരു വെയിലാണ്, നമുക്ക് കാണാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഏറ്റവും വലിയ നല്ല മീൻസ് ആഗ്രഹത്തിൽപ്പെടുന്നതാണ് ഇങ്ങനെ മീൻ പിടിക്കുന്ന ഈ സാധനം. എന്തെങ്കിലും പറയാം, ഇത് വാങ്ങണം, എന്നിട്ട് ഫിഷിങ്ങിന് പോകണം. അടി കിട്ടി അതിനെ കൂടെ ഒരു അടി കിട്ടി. അല്ല, അതിന്റെ ഹുക്ക് കൊണ്ടുവരണം തോന്നിയോ, ബേക്ക് പോണ്ട. അല്ല, അതേപോലെ കെട്ടി വെച്ചതാ, മറ്റേ റിലീസ് ചെയ്യുന്ന അതൊന്നും ഇല്ലാലോ. ഒറ്റൊന്നും കിട്ടിയില്ല ഇതുവരെ ആയിട്ട്. ഇതിന്റെ ഉള്ളിൽ ഇത് എത്ര ലോങ്ങേ പോവുള്ളൂ, അങ്ങോട്ട് പോവില്ല. ഗായ്സ്, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ നമ്മൾ. ഇതിങ്ങനെ തായോട് നോക്കി ഇങ്ങനെ എടുക്കും. ഉള്ളിൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മീനുകളും എല്ലാം. ഞങ്ങൾ ഇളഞ്ഞി വാങ്ങി കരക്ക്, പക്ഷേങ്കിൽ ഞങ്ങൾക്ക് തേങ്ങ ആണ് കിട്ടിയത്. പക്ഷെ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. കടലത്തെ വെള്ളത്തിനായിട്ട്, പക്ഷേ അവിടുത്തെ വെള്ളം കടലത്തെ വെള്ളത്തിനായിട്ട് ശരിയേ ഇല്ല. ഒരു വാട്ടവെള്ളം. ഞാൻ പറയുമ്പോൾ പച്ചവെള്ളത്തിന് എനിക്ക് ടേസ്റ്റ് ഉണ്ട്. കട്ടി കുറവ് അല്ലേ? ചിന്നല്ല. ചെറിയ വാസനക്ക് വേണ്ട ഉണ്ടാ വെള്ളമായിട്ടായിട്ട് മെയിനൊരു ഉപ്പ്. കടൽ വെള്ളം തൊള്ളയിലാക്കി വേറെ നീയാടുന്ന കിട്ടുമോ ജോലി? പോയത് എങ്ങനെയായിരുന്നു തിരിച്ചു വരുന്നത്? മൈക്കില്ലാന്നെന്താ പറയുന്നത്? മൈക്കൊന്നും ഇപ്പൊ എടുക്കണ്ട ഗായ്സ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ ഛർദിക്കാൻ വന്ന് ഞാൻ ഛർദിച്ച് കടലിൽ ഛർദിച്ചു. ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇത് എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. നമ്മൾ അതിനുള്ളത് ഇങ്ങനെ ആ മീനൊക്കെ ഇങ്ങനെ നമ്മളടുത്ത് കൂടി പോകുന്ന തൊടാൻ രസമാണെന്നറിയോ? രക്ഷയില്ല, അടിപൊളി. ഗായ്സ്, ഇന്ന് ഉച്ചക്കത്തെ ഞങ്ങളെ ചോറ് ഇതാണ്. ഞങ്ങൾ മറ്റേ എന്താ പേര് സ്നോർക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആകെ ടയേർഡായി.
ആകെ ഒരു കോളിന് കയ്യൊക്കെ കരിമുട്ടി അയക്കുന്നത്. നല്ല വെയിലായിരുന്നു, നല്ല ടാനടിച്ചിക്കണം. ഇനി ചോറ് തിന്ന ഗായ്സ്. ചോറിന് കുറച്ച് നേരം കടന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് വേണ്ട. ഗായ്സ് ഞങ്ങളുടെ അടുത്ത പോക്ക് പോവാണ് ഗായ്സ്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ കയറാനാണ്. ഗ്ലാസ് ബോട്ടിൽ കയറി വേറൊരു ഐലാൻഡിലേക്ക് പോകും. അവിടെ വ്യൂ നമുക്ക് ആ ഗ്ലാസ് ബോട്ടിൽ കൂടി പോകുമ്പോ കടലിന്റെ അടിയിൽ ഇങ്ങനെ മീനിനെ കാണാൻ പറ്റും. ഗായ്സ് നമ്മൾ സ്ഥലത്തെത്തി. ഞങ്ങള് പോകുന്നതിന് മുമ്പ് ആദ്യം ഛർദീന്റെ, നേരത്തെ ഞാൻ ഛർദിച്ചോണ്ട് ഇപ്പൊ ഛർദീനെ വിളി ഓടിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് മോൾക്ക ബീച്ചിലാണ്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരാ വന്നതാ? നാട്ടിലേടാ? നമ്മളും കാലിക്കറ്റാ. കൊടുവള്ളിയാ? താശ്ശേരി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ. ഇവിടെ നമ്മളിപ്പോൾ ബോട്ടിൽ പോവും. ഇതാ സ്റ്റൈലിൽ നിന്നരാന്ന് പറഞ്ഞിരിക്കണ. എന്നോട് എനി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കപ്പിൾസിനെ കാണിച്ചു തരാം. നാട്ടിൽ പറയാണ്ട് പോകുന്നതാ, ഞങ്ങൾ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നോക്കിയാ നടക്കുന്നത്. നിങ്ങളെപ്പോഴും എത്തിയോ? ഹായ്, ഉറങ്ങിപ്പോയോ? ഞങ്ങൾ ഇവിടുത്തെ ഷിട്ടു കേട്ടോ. ഇത് ഓള് ഉറങ്ങിപ്പോയി. ഇതാ വേറെ രണ്ടാൾക്കാരെ കാണിച്ചു തരാം. എന്റെ പേരെന്തായിരുന്നു? പേര് മറന്നുപോയോ എന്നോട്? ഫാദിയോ? ഫാദി, ഫാസ്. എന്റെ പേരെന്താ? ഫെലീന. ഈ താത്തന്റെ പുയ്യാപ്പിളാണിതാ. അത് അറിയാത്ത പോലെ നിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിയാണ്ട് ഒരു ഹായ്. നിങ്ങൾ നാട്ടിലേടായിരുന്നു? എന്താ ഒരു പരങ്ങിക്കളി നിങ്ങക്ക്? ഇടക്കല്ല മോളെ. ഗായ്സ് രസമുണ്ട്, എല്ലാരും അടിപൊളിയാ. കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് നീക്കിത്താ. അതാ വലിയ ആവാ. കണ്ടില്ലല്ലോ. എന്താ ആമ അറിയോ? അറിയോ? അതാ ഇത് അങ്ങോട്ട് പോകും. ഹലോ കൂട്ടുകാരെ, ഇവിടുന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങൾ കൽപ്പത്തി ഐലാൻഡിലേക്ക് വന്നിട്ടാണ്. ഇവിടെ ജനവാസമില്ല. സോ ഒന്നുമില്ല, നമ്മൾ ചുറ്റി കാണാൻ പോകും. കൽപ്പത്തി, അതായത് ലക്ഷദ്വീപിൽ ഏകദേശം 36 ഐലൻഡ്സ് ആണുള്ളത്. അതിൽ 10 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അതിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനവാസമില്ലാത്തൊരു ഐലൻഡ്. അപ്പോൾ പിന്നെന്താ, പ്രത്യേകിച്ച് നമുക്ക് വ്ളോഗ് എടുത്ത് തയ്ക്കല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് കൽപ്പത്തി ഐലാൻഡിലെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ ബോട്ടിറങ്ങി അവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ വിജയം നമുക്ക് സുനിശ്ചിതം. അങ്ങനെ എന്തായാലും വിജയം ഉണ്ടല്ലോ. നിങ്ങൾക്ക് അവിടുത്തെ വ്യൂ ഫുള്ള് കാണിച്ചു തരാം. അതായത് ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയത് ഗോവയിലെ ബട്ടർഫ്ലൈ ബീച്ചിൽ. പക്ഷെ അവിടെ ഇങ്ങനത്തെ റോഡല്ല, ചാലിപിളി റോഡായിരുന്നു. പക്ഷെ അങ്ങനെ കാട്ടുകൂടി ഗോവത്തെ കുറച്ചുകൂടി കാട് തന്നെ അതിനല്ലോ അല്ലേ? വലിയ ക്യാമറ.
ഇതിവിടെ അടിഞ്ഞു കൂടുന്ന കല്ലുകളാണ്. ഇവിടുത്തെ ഓരോ കല്ലിൻ്റെ ഓരോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് മറ്റേതുപോലല്ലേ കാണാൻ? നമ്മളെ ഈ വാട്സപ്പിൽ ഒരു ഗോസ്റ്റിൻ്റെ ഐക്കൺ ഉണ്ടാവല്ലേ, അതുപോലല്ലേ കാണാൻ? 2 കണ്ണ്. എടാ ഒരു ഗോസ്റ്റിൻ്റെ അതുപോലെ ഉണ്ടാവല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല സാധനം. മനസ്സിലായോ? അടുത്ത കാണിക്കാന്ന് വെച്ചാല് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ. അടുത്ത കല്ല് ഇംഗ്ലീഷ് അക്ഷര എന്നെ അത് ഇവിടുത്തെ എല്ലാത്തിനും കാണുമ്പോ എന്തൊക്കെ ഓരോരോ ഇതുണ്ട്, സ്പെഷ്യാലിറ്റീസ്. ഇതിന്മേൽ ചളി ഉണ്ട്. അതാ പല്ല് പോലെ പല്ലാണ്. അതേപോലെ തിമീൻകാലത്തിന്റെ ഒക്കെ പല്ലായിരിക്കും. അതിന്റെ ഇപ്പുറത്തെ ഭാഗം കാണിച്ചെടുപ്പ്. അതിൽ പൂപ്പലുണ്ട്. കടന്റെ അടിയിലാണ് എല്ലാരും വേർപ്പാണ്. ആടെ ഗുഹ ഉണ്ട്. ആ ഗുഹയിൽ ഇറങ്ങിയിട്ട് ഈ മോളിൽ എനിക്ക് ലവ് കാണിച്ചു. ഓക്കെ എന്നാ വാ. ആ ഓക്കെ എന്നാ വാ. നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു. സംഭവം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രസമുണ്ട് മൊത്തത്തില്. നമ്മൾ ഇതൊക്കെ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പിന്നെന്താ വെച്ചാല് എക്സ്പെൻസ് കുറവാണ്. അതായത് ഗായ്സ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ എല്ലായിടത്തും പോയാൽ നല്ല വ്യൂ ആണ്. മൊത്തം കടലാണെങ്കിലും ഓരോരുത്തർ പോകുമ്പോൾ നമുക്ക് നല്ല ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇവിടെ ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ടൈപ്പ് കല്ലുകളും ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചില്ല. അങ്ങനത്തെ കുറേ കല്ലും എന്തൊക്കെ ഉള്ള സാധനങ്ങളും ഓരോ സാധനങ്ങൾ. അപ്പോൾ നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ഇത് കാണാൻ. പിന്നെ അങ്ങനെ അത് ആ കാട്ടിൽ കൂടി പോയിട്ട് ഒരു സീ വ്യൂ. ഇനി നമുക്ക് ഇവിടുന്ന് സൺസെറ്റ് കാണാൻ നോക്കാം. അപ്പുറത്തുനിന്ന് കണ്ടീനു, അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഇവിടെ എന്താ ഇവിടെ നോക്കാം. കൽപ്പത്തി ഐലാൻഡ് പോയി തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് ചായ കുടിക്കണം. അവിടെ നല്ല തിരക്കായിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി കുടിക്കാൻ വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും തിന്നേ വേണം. ഇന്ന് രാത്രി നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. ഇവിടുത്തെ ഒരു നൈസ് പത്തിരി പോലത്തെ, അത് ഒരു പത്തിരി പോലത്തെ ഒരു സാധനവും ഒരു അടയല്ല, നൈസ് പത്തിരി പോലത്തെ ഒരു സാധനം. എന്നിട്ട് അതിലൊരു തേങ്ങാപ്പാല വെച്ച് വരുന്നത്. വല്ല എന്തൊരു പേര് അതന്നെ. നമ്മുടെ നാട്ടിൽ ഏരാണെങ്കിൽ നോക്കി ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരു 6 മണി ഉണ്ടാവും. ആ സത്യം കണ്ടോ. ഇതാണ് വലിയ സ്പെഷ്യൽ സാധനം. ഇതിന്റെ പേരെന്തേനു? പേരെന്താ പറഞ്ഞേ? അല്ല ഇതിന്റെ പേര് കലാഞ്ചി. ഒരു നൈസ് പത്തിരി പോലെ ഉണ്ടാവും. അതിലേക്ക് നമ്മള് പാലും പഴം കൂടിയുള്ളൊരു മിക്സ് ആണിത്. ഓക്കെ നമുക്ക് കഴിക്കാം. നമുക്കിവിടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നലത്തെ സെയിം കോസ്റ്റ്യൂമിലാണ് ഞാൻ. കാരണം ഇന്ന് നമ്മൾ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോവാണ്. സ്കൂബ ഡൈവിങ്ങും പിന്നെ കയാക്കിങ്ങും ആണ് ഇന്നത്തെ പരിപാടി. ഇവിടുത്തെ മണലിൽ കൂടി വണ്ടി ഓടിക്കാൻ കുറച്ച് പണിയാണ്. ഇവിടുന്ന് എപ്പോഴും ഞങ്ങൾക്ക് ബാലൻസ് പോകും. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടുള്ള ജെട്ടിയിലേക്ക് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ അതെ ഭാഗത്തുള്ള ജെട്ടിനാണ് വെസ്റ്റേൺ ജെട്ടി എന്ന് പറയുന്നത്. ഈ ജെട്ടി നോർത്തിലായിരുന്നെങ്കിൽ ഇതിനെ നോർത്തേൺ ജെട്ടി എന്ന് വിളിക്കുക. ഫോളോ ഫോർ ഫാത്തിമ മിസ്രി. ഫോളോ ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ്. അപ്പം നമ്മൾ ഇന്ന് ഞാൻ വരുന്നതിന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മറ്റേ സ്നോർക്ലിങ് എന്താ എനിക്ക് കറക്റ്റ് അറിയൂല അതിന്. പക്ഷെ ഇന്നലെ കണ്ടപ്പോൾ
അതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതെ സ്കൂബ അതെ അതെ ഓരൊക്കെ നമ്മൾ അടുത്ത് നിന്നാണ് വിളിച്ചിക്കണേ. നിങ്ങൾ രണ്ടാളും മാറ്റിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ചായ കുടിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി ഒരു അർജന്റ് കോള് വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറച്ച് സമയവും മീറ്റിങ്ങിലായിരുന്നു. ആദ്യം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി, പിന്നെ ഞാൻ കയറി. മീറ്റിങ്ങിന് കുറച്ച് സമയം എടുത്തിറങ്ങാൻ. അപ്പം നമ്മളെ ഫുൾ ടീം വെയിറ്റിംഗിലാണ്. എല്ലാവരും വേറെ വേറെ കോസ്റ്റ്യൂമിലാത്തോണ്ട് അതാ പോലെ നമുക്ക് പോവാ കഴിച്ചിട്ടായിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. നാം ഒരു നാൾ ഞാൻ ഇന്നലത്തെ സെയിം കോസ്റ്റ്യൂം ആട്ടൊന്ന്. പക്ഷെ ബാക്കി എല്ലാവരും മാറി. ഞാൻ വിചാരിച്ച എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വരിക. പക്ഷെ അല്ല, കൂട്ടിനായി ആരുമില്ല. ടീഷർട്ടൊക്കെ എടുത്താ മതി. ഇന്നത്തെ നമ്മളെ ടീമിനെ കാണിച്ചു തരാം. ഈ ചേച്ചി ഫ്രം കാസർഗോഡ് നിന്നല്ലേ? കാസർഗോഡ്. ചേട്ടൻ എവിടെ പോയി? ആ ചേച്ചി. ഓ ചേച്ചി ചേട്ടനും കപ്പിൾ ട്രിപ്പിന് ഇറങ്ങിയതാണല്ലേ? നിങ്ങള് എവിടുന്നാ? കോട്ടയത്ത് നിന്നാണ്. ചേച്ചീന്റെ ചേട്ടനും അവിടെ ഉണ്ട്. പിന്നെ ഇത് അതെ, ഇവരൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാണ്. ഇനി വേറെ ഫാമിലിനെ കാണിച്ചു തരാം. തബലങ്ങളെല്ലാം വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഇത് വേറെ ആള്. നിങ്ങളെ നാട്ടില്? കൊല്ലത്തു നിന്നാണ്. ഹലോ ഹായ്. എന്ത്? ഓ 500 റുപ്യേ. എന്റെ അടുത്ത് എത്ര റുപ്യ ഉണ്ടായിരുന്നു? ബാക്കി താക്കി 1000 താക്കി. പാറി കൊട്ടാടിയേ ഒരു പാവം 500 റുപ്യ കണ്ടു. റിച്ച് ആണ്. ഇവിടെ വേറെ ആളെ കാണിച്ചു തരാം. ഹായ് ഹായ്. മാക്കി സ്റ്റോക്ക് ഉണ്ടല്ലോ കൊച്ചോനെ. ഇപ്പൊ വിഗു അങ്ങോട്ട്. ഞങ്ങള് അങ്ങനെ ബോട്ടിൽ കയറുകയാണ്. നമ്മളെ സ്കൂബ ഡൈവിങ്ങിന്റെ സാധനങ്ങളാണത്. നമുക്കുള്ള ഓക്സിജന്, കാലപ്പിലടുത്ത സാധനം എല്ലാം ഉണ്ട്. നീ എക്സൈറ്റഡ് ആണോ? ഒരുപാട് കാലത്താക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണം. താങ്ക്സ് ടു ഫാത്തിമ മെസ്രി. ഗായ്സ്, നമ്മളിത് ജെട്ടി വിട്ട് പോവുകയാണ്. നമ്മളേട്ടാ പോകുന്നേ പറ. സ്കൂബ ഡൈവിങ്ങിന് പോവാറ്. സ്കൂബ ഡൈവ് അവന് ഭയങ്കര നാണ. അതിനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. ശരിയാ. പ്രോബ്ലം ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. നോട്ട് ഓക്കെ ആണെങ്കിൽ എന്താണ് പ്രോബ്ലം? ജസ്റ്റ് ഇയർ പ്രഷർ ആണെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ, നോട്ട് ഔട്ട് കാണിക്കുക. എന്തുണ്ടെങ്കിലും ജസ്റ്റ് പോയിന്റ് ഔട്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ, ഓക്കെ അല്ലേ ഇങ്ങനെ. മോളോട്ട് പോണോ? വേണ്ട. ഇതെന്തിനാ താഴോട്ട് പോവാന്? മോളോട്ട് പോവാന്, താഴോട്ട് പോവാന്. ഓക്കെ അല്ല ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കരുത്. ഇങ്ങനെ കാണിച്ചു ഞങ്ങൾ ഇങ്ങനെ കാണിക്കും. എനിക്കാണോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും? ഇനി എങ്ങാനും ശ്വാസം കിട്ടിയില്ല എന്താക്കണം? അതോ ശ്വാസം എന്തായാലും ഓട്ടോമാറ്റിക് കാണിക്കും. ഓക്കെ. ചില ടൈമിൽ നിങ്ങൾ ഇയർ പ്രഷർ ആണ് കാരണം ഇങ്ങനെ നോട്ടൊക്കെ കാണിക്കുന്നത്, ചൂണ്ടിട്ട് നോട്ടൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചിങ്ങനെ കാണിക്കും. മൂക്ക് ഞെക്കാന്, മൂക്ക് പിൻ ചെയ്യാൻ കാണിക്കും. ഓക്കെ. ഈക്വലൈസൻസ് ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. നീന്തേണ്ട ആവശ്യമില്ല കേട്ടോ. ചുമ്മാ കിടന്നു പാല് കയറ്റി ക്ലിയർ അല്ല? ഓക്കെ. എന്തൊക്കെ കാണിക്കേണ്ടി അറി? എന്തൊക്കെ കാണിക്കേണ്ടി അറി?
നോട്ട് ഓക്കെ. ആ താഴോട്ട് ഓക്കെ ചെയ്യുന്നില്ല പ്രശ്നം. മേലോട്ട് പോവാന് ആ മേലോട്ട് പോവാന് ആ താഴോട്ട് പോവാന് ഓക്കേക്ക് ആ ആ ഓക്കെ അല്ല ചെവി ഇങ്ങനെ കാണിക്ക. ആ പിന്നെ ശ്വസിക്കാനാണെങ്കിൽ ഓക്കെ അല്ല മൂക്ക് നിക്ക. ആ ഓക്കെ തംസപ്പ് ഗായ്സ് സ്കൂബ ഡൈവിങ് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയി. ഞാനാകാതാ ചത്തക്കണ്, പക്ഷെ നമുക്ക് ഇതാ കരിക്കൊക്കെ തന്നു റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് റിഫ്രഷ്മെന്റ്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളെ സ്കൂബ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബ്ലോഗർ ചേഞ്ച് അയക്കുന്ന കാരണം മെയിൻ ബ്ലോഗർ ഛർദിച്ച് പക്ഷെ കൊയങ്ങിക്കുന്നു. ഈ ക്യാമറ ഓൺ ആക്കിയതിനു ശേഷം തൊള്ളോർക്കുന്നത്. തിരിച്ചു പോവാണെങ്കിൽ അടുത്ത് കയാക്കിങ് ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഒരു വട്ടം ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യണം, പിന്നെ സ്നോർക്കലിംഗ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ല, ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ നാട്ടിലെ വെള്ളത്തിന്റെ അടിയിൽ കണ്ടു നോക്കിയാൽ മതി. പക്ഷെ ഇത് സ്കൂബ രസമുണ്ട്. സ്കൂബ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെയ്യാൻ പറ്റാത്തവർക്ക് സ്നോർക്കലിംഗ് ചെയ്താലും മതി, അതിന്റെ ഒരു മിനി വേർഷൻ ആണേ ഉള്ളൂ. അതെ അതെ, അത് വെള്ളത്തിൽ മുങ്ങിക്കൂല, അത് വെള്ളത്തിൽ പൊന്തിക്കും. മറ്റേത് സ്നോർക്കലിംഗ് മോളിൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നമ്മള് ഒരു ഗ്ലാസ് ഇട്ട് നോക്കുക, തല മാത്രം വെള്ളത്തിൽ ഇങ്ങനെ മുക്കും. പക്ഷെങ്കില് മറ്റേ സ്കൂബൊക്കെ നമ്മള് ഫുൾ അടിയിൽ ഡീപ്പില് പോകും. അതെ അതെ. പിന്നെ അതിന്റെ അടിയിൽ തുരുമ്പിടിച്ചൊരു കപ്പലൊക്കെ ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിന്റെ ഒരു കഷ്ണാന്ന് തോന്നുന്നു. പിന്നെ എന്തോ ഒരു ഫിഷ് പോലെ ഗ്ലിഗ്ലിന്ന് പോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഫിഷാണോ ചെടിയാണോ എനിക്കറിയാൻ പാടില്ല. ഫിഷ് അല്ല, അത് പായലാണ്. പായൽ അതാ മീൻ അതിന്റെ മുകളിൽ ഇങ്ങനെ കളിക്കുന്നത്. ആ അതന്നെ, അത് പായല. അതല്ലേ ഓലി തന്നെ സെയിം എല്ലാരും കാണിച്ചാൽ തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. അതിന്റെ അടുക്ക് ഞങ്ങൾ സ്കൂബ ചെയ്തോണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളെ കാണുന്നില്ല.
ഞാൻ വിചാരിച്ചു പഠിച്ചൊക്കെ വെള്ളത്തിനിടെ കുടുങ്ങി പോയായിക്കുന്നു. ഞാനിങ്ങനെ പോകാട്ടോ. ഞാൻ കേട്ടത് ഇയാളില്ലായിരുന്നു, ഞാൻ മാത്രം ഒഴുക്കി എടുക്കോ പോയി പോവുകയാണെന്ന്. പിന്നെ ഞാന് കുറച്ച് നേരം പോയപ്പോ ഞാൻ വെച്ച് പഠിച്ചോനെ ഇയാളില്ല, ഞാൻ ഒന്ന് കൈ ഇങ്ങനെ ആക്കി നോക്കിയപ്പോ അയാൾ വന്ന് പിടിച്ചപ്പോ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അടിപൊളി പരിപാടി. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കയാക്കിംഗ് പരിപാടി, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നൈറ്റ്. അതെ അതെ, നൈറ്റ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും. ഇവിടുത്തെ എന്തോ ഒരു പരിപാടി ഉണ്ട് വരുന്നുണ്ട്. നമ്മളെ മീറ്റിങ്ങളൊക്കെ പോണില്ല, കാറിലാ പോണേ, നമ്മൾ ബൈക്കിൽ. അപ്പൊ എല്ലാവരും ഓക്കെ, ബൈ. ഗായ്സ്, ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് നമ്മളെ ട്രിപ്പിന്റെ. അപ്പോൾ നമ്മളെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു പരിപാടി തുടങ്ങാൻ നിൽക്കുകയാണ്. അതിന്റെ മുന്നേ ഞങ്ങളെല്ലാവരും കൂടി അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മെയിൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് പറയും. എന്റെ പേര് രമേശൻ. എവിടുന്നാ? ഞാൻ കോട്ടയം ജില്ല. സുന്ദര കേരളത്തിന്റെ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ നിന്ന് ഗ്രാമം. എന്തൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങളെ വൈഫിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ഉണ്ട്. ഓക്കെ, എന്റെ ഭാര്യ കൂടെ ഉണ്ട്. ഭാര്യ സ്ക്രീനിലോട്ട് വരൂ. വില ഫുള്ള് വൈബിന്റെ ആൾക്കാരാണ്, ഫുൾ ട്രിപ്പാണ്. ഇതിപ്പോ എത്ര? ഹായ് ഗായ്സ്, എന്റെ പേര് ബീന. നിങ്ങൾ രണ്ടാളും കോട്ടയോ? ഓക്കെ, ഫുൾ വൈബ് അടിച്ച് നടക്കാണ് ഇവര് ഈ വയസ്സാം കാലത്ത്. മക്കളൊക്കെ പറഞ്ഞേച്ച് അല്ലേ, ഫ്രീ ആയിട്ട്. ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തോ? റഷ്യ അടുത്തത്. ഓക്കെ, ഇനി എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ ട്രിപ്പിൽ കണ്ടുമുട്ടാം. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായില്ലേലും ഞങ്ങളെ വിളിക്കണം. ഉറപ്പ്. കലാസ്നേഹിച്ച് നമുക്കൊപ്പമുണ്ട്. നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഞാനോ? ഞാൻ ശ്രീരാഗിനാണ് പറയുന്നത്. ഒത്തിരി സമ്മാനങ്ങൾ വായിക്കിട്ട ഒരാളാണ്. ആര്? ഞാനോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. വളരെ ശരിയാണ്. മാന്യ സദസ്സിന് വന്ദനം. ഞാനൊരു ചെറിയ വ്ളോഗറാണ്. അതിലുപരി എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. വാദൊരാതെ സംസാരിക്കുന്ന മാത്രമുള്ള ഒരു കഴിവ് പഠിച്ചു നിൽക്കുക. അതിന്മേലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ബാക്കി നാട്ടുകാരുടെ സപ്പോർട്ടും. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു കുടുംബമായി മാറിയിരിക്കാല്ലേ ഈ മൂന്ന് ദിവസം കൊണ്ട്. അപ്പം നാളെ നമ്മൾ പിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇനി എപ്പോഴേലും എവിടെയും വെച്ച് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ നമ്മളെ ട്രിപ്പ് അടിപൊളിയാക്കി തന്നെ എല്ലാവർക്കും, പിന്നെ നമ്മളെ മെല്ലോ മൈൽസിനും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുക്കോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനി അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെ, ഇനി അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങള് ഇത് വേണോ? എല്ലാവരും സംസാരിക്കണോ അല്ലേ? നിങ്ങളിങ്ങനെ പിടിച്ച് സംസാരിച്ചോളൂ. എന്നിട്ട് വരുന്നോളൂ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ. ഓ, ഒന്നിന്റെ അടുത്തുണ്ട്. ഞാൻ പറയുന്ന ഇതിൽ കേൾക്കും. ഇങ്ങനെ വിളിച്ചാൽ മതിയോ? ആ, മതി. ഓക്കെ, ശുഭ സന്ധ്യാവേളയിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമേശൻ. സുന്ദര കേരളത്തിൻ്റെ അക്ഷര നഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ, അതുപോലെ സുന്ദര കേരളത്തിൻ്റെ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയും സസ്നേഹം അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരവ്. ഗ്രാമത്തിന്റെ പേര് ഒരു കഥാകൃത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വവിഖ്യാത റഷ്യൻ നോവലിസ്റ്റായ ദസ്തയേവ്സ്കിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരു നോവൽ രചിച്ചിട്ടുണ്ട്, ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവം ശ്രീധരൻ. അതുപോലെ ആനുകാലിക വിഷയങ്ങളെ ഹാസ്യ കവിതകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ഒരു കവിയുണ്ട്, കവി ചെമ്മനം ചാക്കോ. ഇത് രണ്ടും ഞങ്ങളുടെ ഗ്രാമത്തിലാണ് ഉള്ളത്. ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞാനൊരു എക്സർവീസുമാനാണ്. 33 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 144 കോടി ജനങ്ങളുടെ സംരക്ഷണത്തിൽ 20 വർഷം പങ്കുചേരാൻ എനിക്കൊരവസരം ലഭിച്ചു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ സുമനസ്സുകളിലായ നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ജീവിതം ചെറുതാണ്, പറ്റുമ്പോൾ ആസ്വദിച്ചോളുക. ഈ കൈയും കാലിൻ്റെ ഒക്കെ പ്രവർത്തനം എപ്പോൾ നിൽക്കുന്നു പോകുമെന്ന് പറയാനൊക്കില്ല. മാക്സിമം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, മുകളിലിരിക്കുന്ന ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല. ഞാൻ
നമ്മളങ്ങനെ വളർന്ന ഒരാളാണ്. മുകളിലിരിക്കുന്ന ഒരാൾ നമുക്ക് ഈ കഴിവുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക. നടക്കാൻ പറ്റുമ്പോൾ നടക്കുക, ഓടാൻ പറ്റുമ്പോൾ ഓടുക, ചാടാൻ പറ്റുമ്പോൾ ചാടുക, അതേ ഉള്ളൂ. കുറേ കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനമൊക്കെ നിന്ന് പോയിട്ട് അതൊന്നും അനങ്ങാതെ 4 കാലിൽ നീട്ടി കട്ടിലേക്ക് കിടക്കുമ്പോൾ അയ്യോ എനിക്കവിടെ മാലദ്വീപിൽ പോകാമായിരുന്നു, എനിക്കവിടെ ആണ്ടമാനിൽ പോകാമായിരുന്നു വിചാരിച്ച കാര്യമില്ല. നമുക്ക് സമയം ഇല്ല, സമയം നമ്മൾ ഉണ്ടാക്കണം, സമയം ഉണ്ടാക്കണം. നമ്മൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. അതിനുവേണ്ടി എനിക്ക് സമയമില്ല എങ്ങനെ നോ, ആവശ്യപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും. അവനവൻ്റെ സന്തോഷം അവനവൻ കണ്ടെത്തുക. ഒരാളും നമുക്ക് സന്തോഷം കൊണ്ടു തരുന്നിടത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. ആരും നമുക്ക് സന്തോഷം കൊണ്ടു തരില്ല. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെടുത്തുക. പിന്നെ അതോടൊപ്പം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക. ജീവിതത്തിലൊരു പാഠമാക്കുക. കാരണം എൻ്റെ ഒരു സംസാരം കൊണ്ട് അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു വരികൾ കൊണ്ട് ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി വിരുന്നുവെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ശരിയല്ലേ? വലിയ കാര്യം. അതല്ലേ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സുമനസ്സുകളിലായ എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾക്കൊക്കെ ഒത്തിരി യാത്രകൾ ചെയ്ത് മനസ്സ് നിറയ്ക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ബൈ ബൈ. സൂപ്പർ, താങ്ക് യു. അതെ അതെ, തീർച്ചയായും. ഞാനെന്ത് ചേച്ചിനാണ് പറഞ്ഞു, വലിയ ട്രിപ്പ് പോകുമ്പേ അല്ലെ ബ്ലോഗ് എടുത്താല് അടിപൊളിയാവൂന്ന്. അടുത്ത ആളെ സ്വാഗതം ചെയ്യുങ്ങള്. അടുത്തത് നമ്മുടെ കാസർഗോഡ്, കേരളത്തിന്റെ അങ്ങേറ്റത്തിന്റെ കാസർഗോഡ്, നമ്മുടെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ മധു. വെൽക്കം. വെൽക്കം മധു ചേട്ടൻ. ഇങ്ങനെ എടുത്തോളൂ കേട്ടോ, ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാ? നോ, ഇങ്ങനെ പിടിച്ചോളൂ. യെസ്, അങ്ങനെ പിടിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. സാധാരണ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാഗമല്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കണ്ണൂർ വരെ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു. എല്ലാ കാര്യവും ട്രെയിനായാലും ബാക്കിയുള്ള കാര്യമായാലും ഒക്കെ തന്നെയാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ അടുത്ത ആളെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് വിചാരിച്ച ആളാണ്. രമേശ് സാറിൻ്റെ വർത്തമാനത്തിൽ ഞാൻ എല്ലാം കൂടി എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെന്ന് പറയാൻ അസാഹിത്യവും നമ്മുടെ അടുത്ത് പെരുമ്പട ശ്രീധരനില്ല, ഒരു സാറ അബൂബക്കറും അതുപോലെ ബാലകൃഷ്ണൻ മകാട്, ഇപ്പോൾ പുതിയ ഒരു നോവലിസ്റ്റ് ഉണ്ട്, പിന്നെ സന്തോഷ് ഏച്ചിക്കാനം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. സിനിമ എന്നൊക്കെ പറയുന്നത് പണ്ട് മദിരാശിയും കൊച്ചിയായിരുന്നു. പക്ഷേ കാസർഗോഡ് ആ സിനിമാ രംഗത്തേക്കൊക്കെ ആൾക്കാർ വരുന്നത്, പുതിയ ആൾക്കാർ ആ രംഗത്തേക്ക് വരുന്നുണ്ട്. ആ പ്രദേശത്തു നിന്നാണ് വരുന്നത്. കാസർഗോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. മറാഠി, ഹിന്ദി, ഉറുദു, പിന്നെ കന്നഡ, തുളു, മലയാളം എല്ലാ ഭാഷ സംസാരിക്കുന്ന പ്രദേശമാണ്. പിന്നെ കാസർഗോഡ് ഭാഷ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നറിയോ, അത് 2 താലൂക്കുകളാണ് ആദ്യം ഉണ്ടായത്. ഇപ്പോൾ 4 താലൂക്കുകളുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറത്ത് വടക്ക് ഭാഗത്തുള്ളതാണ് ഈ ഭാഷ. ആ ഭാഷ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാസർഗോഡ് ജില്ലക്കാരായ ഞങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത ഒരു ഭാഷയാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ നമ്മൾ ആടാകിടാന്നൊക്കെ പറയും. ആടാകിട അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആടാകിടാന്നൊക്കെ പറയുന്നൊരു സംവിധാനമുണ്ട്. പിന്നെ ഞാൻ വരുന്നത് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം. നിങ്ങൾ ചിലപ്പോൾ ആരൊക്കെ കേട്ടൊന്നും അറിയില്ല. കാസർഗോഡ് ജില്ല ഒരു ഹിൽ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1048 മീറ്റർ ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്. കൂർഗിനോട്, കർണാടകത്തിലെ കൂർഗിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനും ഭാര്യയും ഈ ടീമിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ ഉണ്ട്. മൽഹാർ എന്നാണ് പേര്. അവിടെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതേപോലെ തന്നെയാണ്. താഴെ ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾ 2 റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ സ്റ്റെയർ പോലെ കൊടുത്തിട്ട് മുകളിൽ 2 ടീമുണ്ട്. 2 റൂം അവിടെയുണ്ട്. അവിടെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലേക്ക്, കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നിങ്ങൾ വരണം, ഞങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ ഇതുപോലെയല്ല, ഈ കടലും വിമാനവും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വലിയൊരു പരിചയമുള്ള സ്ഥലമല്ല. നിങ്ങൾക്ക് സാറിന് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഇതൊന്നും അയക്കാൻ പറയാൻ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ വരുമ്പോൾ. കാരണം ഞാൻ രണ്ടാമത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു ഇത്. ഈ ഫ്ലൈറ്റിൽ എങ്ങനെ പോകണം, മേലെ നിന്ന് ഇങ്ങനെ വളരെ ദൂരെ നിന്ന് ഇങ്ങനെ വിമാനം പോകുന്നതല്ലാതെ വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു കല്യാണത്തിന് ഒരാൾ വിളിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയൊരു അനുഭവം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ ആദ്യത്തെ ഫ്ലൈറ്റ് അനുഭവമാണ് ഉള്ളത്. പക്ഷേ കപ്പലും അങ്ങനെ തന്നെ. ഞാൻ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് നിന്ന് ഒരു ടീം 50 കിലോമീറ്റർ ഉൾക്കടലിലേക്ക് പോയിരുന്നു ഒരു പരിപാടിക്ക്. വെറുതെ ജസ്റ്റ് പോയതാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ കടലുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. പിന്നെ അതല്ലാണ്ട് വന്നില്ല. അപ്പോൾ പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ ലക്ഷദ്വീപിലേക്ക് വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം പണ്ട് മുതലുണ്ടായിരുന്നു.
അപ്പോൾ അപ്പോഴൊക്കെ വരണം എന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ സ്പോൺസർമാർ വേണം, അല്ലാതെ വരാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കാൻ നിന്നപ്പോഴാണ് എൻ്റെ മകൻ പറഞ്ഞത്, അച്ഛാ ഇങ്ങനൊരു പാക്കേജ് ഉണ്ട്, അപ്പോൾ പോകുന്നുണ്ടോയെന്നല്ല പോകണം എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും പോകണം എന്ന് പറഞ്ഞു. 2 മക്കളാണ് എനിക്കുള്ളത്. ഭാര്യ അംഗൻവാടി ടീച്ചർ നിർമ്മല ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഹോം സ്റ്റേ കൂടി ഞങ്ങൾ ഒന്നിച്ച് നടത്തുകയാണ്. അപ്പോൾ പിന്നെ ഇതായിട്ടുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഹോം സ്റ്റേ നടത്തുന്നത്. നമ്മുടേത് അതുപോലെ എൻ്റെ 2 മക്കളാണുള്ളത്. മൂത്ത ആൾ പിന്നെ IT മേഖലയിലാണ്, ബാംഗ്ലൂരാണ്. മകൻ്റെ ഭാര്യ അവിടെ തന്നെ ഉണ്ട്, ബാംഗ്ലൂർ തന്നെ കല്യാണം കഴിച്ച് അവിടെ തന്നെ ഉണ്ട്. ഇളയ മകൻ കാനഡയിലാണ്, കഴിഞ്ഞ മാസം അവിടുത്തെ സിറ്റിസൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എങ്ങനെയായിട്ടൊന്നും വിമാനത്തിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്താണ് കൊറോണ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പോകാൻ കഴിയുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. മറ്റു കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വന്നതിലും നമ്മളൊക്കെ കണ്ടതിലും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒരുപാട് ഗസ്റ്റിനെ നമ്മൾ സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ വരികയും നിങ്ങളൊക്കെ കാണാനൊക്കെ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അത് ചെറിയൊരു കാണുകയോ പരിചയപ്പെടൽ മാത്രമല്ല, ഒരു ആത്മീയമായ ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. പ്രായമുള്ളവരൊക്കെ തന്നെ നമ്മൾ അനുജന്മാരായാലും മക്കളായിട്ടും പിന്നെ ഞാൻ രമേശ് ചേട്ടനെ സാറേന്ന് വിളിച്ചോണ്ടിരുന്നത്. സാറ് ഞാൻ എക്സ് മിലിറ്ററി പരിചയപ്പെടുത്തിയത്, അതിപ്പോൾ ഞാൻ സാറെന്ന് മാറ്റിയിട്ട് രമേശ് ചേട്ടാന്ന് വിളിക്കാൻ വേണ്ടി പോവാണ്. അതെ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഉള്ള ഒരു സംഭവമാണുള്ളത്. തീർച്ചയായിട്ടും ജീവിതത്തിലെ വലിയൊരു അനുഭവമായിട്ട് ഞാൻ ഇത് കാണുന്നു. നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഈ അവസരം ഒരുക്കി തന്ന മക്കൾക്ക് ഈ അവസരത്തിലൊരു പ്രത്യേക താങ്ക്സ് പറയുന്നോ? നിങ്ങളെ മക്കൾക്ക് ഈ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നെ. അതെ, തീർച്ചയായിട്ടും എൻ്റെ മോൻ്റെ മരുമോൾ എൻ്റെ മോള്, അവരോട് എനിക്ക് താങ്ക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇളയ മകൻ വെറുതെ വിടില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇളയ മകൻ കൊണ്ടാതിരിക്കാൻ കഴിയില്ല. അതെ, അപ്പോൾ അത് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം, സന്തോഷം, അതിൽ ഞങ്ങളും പങ്കാളികളാവുന്നു. ഓക്കെ, സുഹൃത്തെ, താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങൾക്ക് സന്തോഷം. താങ്കളിലേക്ക് വീണ്ടും എത്താം പ്ലീസ് കേട്ടോ. ONVയുടെ ഗാനങ്ങളെ, നൊമ്പര ഗാനങ്ങളെ നമ്മുടെ ഗസൽ മൂഡിലേക്ക് ആക്കിയ ഒരു വ്യക്തി നമുക്ക് ഉണ്ടല്ലോ, ഉമ്പായി മാസ്റ്റർ. കോഴിക്കോട് നിന്ന് ആരാ? അല്ലേ, കോഴിക്കോടല്ലേ? കോഴിക്കോടിൻ്റെ. അതെ അതെ, ഇത്ര മനോഹരം ONVയുടെ വരികൾ ഇത്ര മനോഹരമായിട്ട് അല്ലേ? 2000 അദ്ദേഹം അതെ, അതാണ്. അതുകൊണ്ട് താങ്കൾ അവരുടെ മുഖത്തന്നെ ഉണ്ട്. വന്നിരിക്കും, പ്ലീസ്. നമുക്ക് നല്ലൊരു കയ്യിലൂടെ സ്വാഗതം ചെയ്യാം നമ്മുടെ കോഴിക്കോടിന്റെ പ്രതിഭത്തിൽ. വെൽക്കം, വെൽക്കം. നല്ല കയ്യിലൂടെ കാണാം, നല്ല കയ്യിലൂടെ വെൽക്കം. എൻ്റെ പേര് അജ്മൽ. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്, കൊടുവള്ളി ഓമ്പശ്ശേരി. പിന്നെ സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ് ഞാൻ. പിന്നെ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. കുറെ പിന്നെ എന്താ പറയാ, സെലിബ്രിറ്റീസിനൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ചു. നമ്മളെ ടീം മെയിനായിട്ട് മിസ്രി ഉണ്ട്, മിസ്രിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ കുറേ ഫ്രണ്ട്സ് വന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് വളരെ സന്തോഷം. ഒരുപാട് ആൾ കിട്ടി, നമുക്ക് സംസാരിച്ച് ഒരു വീട്ടിലോ താമസിക്കുന്ന പോലുള്ള ഫീലിംഗ് നമുക്ക് കിട്ടി. എൻ്റെ വൈഫ്, എൻ്റെ കുട്ടിയാണ് എൻ്റെ കൂട്ടത്തിൽ വന്ന്, അവരെന്നെ ചിരിക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്, അറിയാത്ത ആളാണ്. അപ്പോൾ അവരെയും കൂടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. കമോൺ കമോൺ, ചിരിക്കല്ലേ? ഞങ്ങൾക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പറയേണ്ടതൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എല്ലാരെയും കണ്ടതിലും നല്ല സന്തോഷം. നല്ല നമുക്ക് ഇത് ചെയ്തു തന്ന മെല്ലോ മൈൽസും അടിപൊളി. മേരേ നൈനാം सावन भादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും ഹായ്. എൻ്റെ പേര് അമൽ, എൻ്റെ വൈഫാണ് അഞ്ജിത. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഷൈയാണ്, ആരോടും അങ്ങനെ സംസാരിക്കൂല. അത് നമുക്കൊന്ന് മാറ്റണം. എന്നാല് എന്നോട് മാത്രമേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ മെയ് 31 ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പാണ്. അപ്പോൾ ഇത് നല്ലൊരു ബാച്ച് തന്നെ. അപ്പം ഏട്ടന്മാർ, ചേച്ചിമാർ, അങ്ങനെ ഒരു പറയാൻ പറ്റിയൊരു ബന്ധമായി കഴിഞ്ഞിട്ട് എല്ലാവരും ആയിട്ട്. അന്യന്മാരില്ല. എന്താ വില? ഇതിനൊക്കെ കാരണം മെലോമൈസ് ആണ്. അതിൽ അഫാമിനോട് ഞാൻ പ്രത്യേകം
താങ്ക്സ് പറയുന്നു. എളിമ എൻ്റെ വൈഫ് വിളിച്ചാൽ ഭാര്യനെ വേദിയിലേക്ക് വാ വിളിക്ക്. സംസാരിക്കണ്ടേ? പുള്ളിക്കാരി ആരോട് സംസാരിക്കൂല. നമ്മളോട് നല്ലോണം സംസാരിച്ചേക്ക്. ഒരു ഗ്രൂപ്പായി ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് ധൈര്യം കുറവാണ്. ഓ പക്ഷെ അല്ലാതെ എല്ലാവരോടും നല്ല സംസാരിക്കും. പ്രത്യേകിച്ചൊന്നും പറയില്ല. അപ്പൊ എല്ലാവരോടും ഒന്നുകൂടി താങ്ക്സ് പറയുന്നു. പേര് അഞ്ജിത. ഒന്നുമില്ല പറയാൻ. അപ്പൊ എല്ലാവരോടും ഒന്നുകൂടി താങ്ക്സ് പറയുന്നു. ഇതുപോലെ അടുത്ത ട്രിപ്പിൽ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമുക്കിപ്പോ അടുത്ത തൃശ്ശൂരില്ലേ? കോഴിക്കോട്. കോഴിക്കോട്. തൃശ്ശൂർ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കൊല്ലത്ത് നോക്കാം. ഒരാൾ വരും, പുള്ളി വന്നെങ്കിൽ ഒരു ഇതാവുള്ളൂ. ശരി, നമുക്ക് അടുത്ത വീണ്ടും ഒരു കോഴിക്കോടിലേക്ക് പോവാം അല്ലേ? അല്ലേ? അത് പറ്റൂല. ഉണ്ട്. മലയാള ചലച്ചിത്ര വേദിയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ ഒട്ടേറെ നടീനടന്മാർക്ക് അബ്രപാളികളിൽ അടിത്തിമിറക്കാൻ അനശ്വര കവികളുടെ തൂലിക തുമ്പിൽ നിന്നും അടർന്നു വീണ എത്രയോ വരികൾ നമുക്കൊപ്പമുണ്ട് അല്ലേ? താങ്കളുടെ ഓർമ്മയിൽ ഒരു പാട്ട്, 4 വരികൾ. താങ്കളുടെ ഓർമ്മയിൽ 4 പാട്ടുണ്ടല്ലോ. വാ, പ്ലീസ് വെൽക്കം. നല്ല കാര്യം കൊടുക്കാം. എന്താ ഭാഷ? പേരെന്താണ്? പേരെന്താണ്? എവിടുന്നാണ് ശ്രീരാഗ്? എവിടുന്നാണ്? മലപ്പുറത്ത് നിന്നാണ് നമ്മുടെ ശ്രീരാഗ്. ഇന്നലെയോ എന്നാ പറയണ്ടെങ്കി മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീരാഗ്. എനിക്ക് സൗണ്ട് വളരെ കുറവാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ്. കേട്ടിട്ടുണ്ടോ? മലപ്പുറം ആണോ? അപ്പോൾ ഞാനാണ് ഈ കൂട്ടത്തിൽ സിംഗിളായിട്ടുള്ളൊരു വ്യക്തി. ഈ ട്രിപ്പിന് വന്നിട്ട് സിംഗിൾ. ഓക്കെ. ഞാനും അപ്പോൾ ഞാൻ ഈ ട്രിപ്പിന് വന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ളത് നമ്മളെ അമലിനും. അതെ, ഞാനൊരു ഫോട്ടോഗ്രാഫറായി മാറിയിരിക്കുകയാണ്. ഈ വീട്ടിൽ പോയിട്ടാണ് എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫി നിങ്ങളൊരു DSLR എനിക്ക് മേടിച്ചു തരണം കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് അത് ഇറങ്ങാൻ. എൻ്റെ പണി എന്തായാലും പോയി. അതെ, ഞാനത് പറഞ്ഞു തരാൻ നിൽക്കായിരുന്നു. ഞാൻ ഈ ട്രിപ്പ് വരുന്നതിന് മുമ്പ് ജൂലൈ 3 ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോഡിംഗ് കമ്പനിയിലായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 100-800 പേരെ പുറത്താക്കി ഇറങ്ങി. കോർ ഹെൽത്ത് കെയർ കമ്പനി 100-800 പേരെ പുറത്താക്കിയ ഒരു കേസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വാർത്തയിലുണ്ട്. ഇപ്പോൾ നല്ല ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്ത. അപ്പോൾ ഞാൻ ആ കമ്പനി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ 3-ാം തീയതി എൻ്റെ പണി പോയി. 4-ാം തീയതി ഈ ട്രിപ്പിന് വന്നു. അപ്പോൾ ഞാനിത് സ്റ്റോറി ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നത്, നീ എന്താ കമ്പനിയിൽ നിന്ന് പുറത്താൻ കാത്തിക്കുന്ന ട്രിപ്പ് പോകാൻ? അപ്പം എല്ലാവരും എന്നോട് അത് ചോദിക്കാം. അപ്പം അവർക്കറിയില്ലല്ലോ ഞാൻ 2 മാസം മുമ്പേ ഇത് പ്ലാൻ ചെയ്തിട്ട് വന്നതാണെന്ന്. അവർക്കറിയില്ലല്ലോ പൈസ കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് സെറ്റാക്കി വന്നതാണ്. അവർക്കറിയില്ലല്ലോ. പിന്നെ ഈ ട്രിപ്പിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം വെച്ചാൽ മുമ്പ് 2 ട്രിപ്പ് എൻ്റെ മുടങ്ങി. ഒരു ലക്ഷദ്വീപിന് മുമ്പ് ഒരു ട്രിപ്പ് ഞാൻ പാക്കേജ് അഡ്വാൻസ് കൊടുത്ത് സെറ്റാക്കി വെച്ച ട്രിപ്പ് അവർ ആളില്ല എന്ന് പറഞ്ഞിട്ട് മുടങ്ങിപ്പോയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ്റെ മെല്ലോ മൈൽസിൻ്റെ ഇത് കാണുന്നത്. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ആഡ് കണ്ടത്. അപ്പോൾ തന്നെ അവനെ വിളിച്ചു. അവൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു. കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു, വേക്കൻസി ഉണ്ട്, ഇപ്പോൾ ഒരു 16 പേരായിട്ടുണ്ട്, 4 പേർക്കുള്ള ഒഴിവുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നാളെ നിങ്ങളെ വന്ന് കാണാറ് ചോദിച്ചു. ഞാനാണ് ഇതിന് ഫസ്റ്റ് അഡ്വാൻസ് കൊടുത്തതെന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ ഇത് ട്രിപ്പ് അടിപൊളിയായി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് പോയ കാശ്മീർ ടീം ഇതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഈ ട്രിപ്പ് എനിക്ക് സമ്മാനിച്ചു. പുതിയ ഒരു കുടുംബം തന്നെ എനിക്ക് കിട്ടിയെന്ന് പറയാം. ഇവരെല്ലാവരും ഇത് സത്യം ഇതിലെനിക്ക് അറിയുന്ന ആരുമില്ല. ഈ അമലിന്റെ ഫ്രണ്ട് എൻ്റെ കൂടെ കമ്പനി വർക്ക് ചെയ്താ, ജിജിൻ എന്ന് പറയും. അവൻ ഇപ്പോൾ ലാത്വിയയിലാണ്. കമ്പനിയിൽ നിന്ന് ഇറങ്ങി ലാത്വിയയിൽ പോയി. അപ്പോൾ അവൻ അങ്ങനെ ഒരു ചെറിയൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ. അല്ലാതെ ഇവരായ ആരും എനിക്കറിയില്ല, മുമ്പ് കണ്ടിട്ടില്ല, പരിചയവുമില്ല. ഈ ട്രിപ്പിൽ വെച്ചാണ് എല്ലാവരും പരിചയപ്പെടുന്നത്. ഈ അൻവരക്കൊക്കെ സ്വന്തം ഇക്ക പോലെ.
അതെ, മനുഷ്യനല്ലേ ഉള്ളേ. പൊറോട്ട അടിച്ച് മേടിച്ചു തരണേക്ക്. ഓക്കെ, അപ്പോൾ ഇത് അല്ല എൻ്റെ രണ്ടാമത്തെ. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീരായിരുന്നു, ഇത് രണ്ടാമത്തെ. എന്നെ വിളിക്കണങ്ങളെ. അപ്പോൾ എന്താണ്, ഇത് വളരെയധികം ഭംഗിയായിട്ട് ഈ ട്രിപ്പ് കലാശിച്ചു. നന്ദിയുണ്ട് അപ്പോൾ അങ്ങനെ. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയെ കാണാൻ പറ്റി. താമരശ്ശേരി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവൾക്കിത് നിങ്ങളുടെ റീൽ അയച്ചു കൊടുത്തപ്പോൾ അവള് പറഞ്ഞു ഇത് മിസ്രിയല്ലേ. അപ്പോൾ എനിക്കറിയാം, അത്ര വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്നോട്. അത്ര വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല, അതത്ര ഫേമസ് ഒന്നല്ല. എന്തിനാ അപ്പൊ ഞാന് അതായിരിക്കും ശരിയാണ്. നമ്മളാരും ഇപ്പോ വലിയ സെലിബ്രിറ്റി ആയിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു അസുഖം നമുക്കുണ്ട്. അപ്പോ ഞാന് ഇങ്ങനെ അധികം സംസാരിക്കാറില്ല സ്റ്റേജ് കയറി. പക്ഷെ സംസാരിച്ചപ്പോ അങ്ങ് എത്തിയാണ്. എനിക്ക് പറഞ്ഞിട്ട് തോന്നില്ല ഈ സംസാരിക്കാത്ത ആളാന്നൊന്നു. അതെ, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു അവസരം കിട്ടുന്നത് എങ്ങനെ സംസാരിക്കും. മൂപ്പരിപ്പോ എങ്ങനെ സംസാരിക്കണം. അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ കയറി പോയിക്കോളൂ, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു പാട്ട് പാടുന്നോ? എനിക്ക് പാട്ട് പാടുന്ന അറിയില്ല. അതെ, നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാട്ട് ഞാൻ പാടാം. ഇപ്പൊ എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പാടാം. താങ്ക് യു സുഹൃത്തെ, താങ്ക് യു. സിംഗിളായി വന്നിട്ട് നമ്മളോടൊപ്പം നല്ല രീതിയിൽ മിങ്കിളായ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് നന്ദി. താങ്കളിലേക്ക് വീണ്ടും വരും. തും പാസ് ഹായേ യോ മുസ്കുരായേ തുംനെ ന ജാനെ ക്യാ സപ്നാ ദിഖായേ अब तो मेरा दिल जागा न सोता है क्या करूं भाई कुछ होता है. ചെല്ലി ഇതൊരു ഇൻവേർട്ടർ ആണ്. ഞാൻ പോണോ? ഞാനൊരു വണ്ടി ആദ്യം കഴിഞ്ഞല്ലോ, ഇനി ഓനങ്ങ് പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് മിഷാൽ. ഞാൻ വരുന്നത് കൈതപ്പൊയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ എന്നുള്ള സ്ഥലത്താണ്. ഇങ്ങനെ നോക്കണ്ട, എൻ്റെ വൈഫാണ്. ഞങ്ങളെ കല്യാണം കണ്ട ഏകദേശം 40 ദിവസം കഴിഞ്ഞു. മനസ്സിലായോ? 40 ദിവസം കഴിഞ്ഞ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാക്കേജിലൊരു ട്രിപ്പ് പോണത്. അപ്പോ ഇങ്ങനെ തലാട്ടാണ്ട് പറ, എങ്ങനെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പൊതുവെ എനിക്ക് അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല. അതായത് നമ്മൾ ട്രിപ്പ് പോകാൻ നമ്മളെ ഇഷ്ടത്തിന് നടക്കണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളിനെ കൺട്രോൾ ചെയ്ത് പോണേ. അപ്പൊ അതായത് എന്നും വൈകുന്നേരം വിളിക്കും, റെഡി ആയില്ലേ. അടിപൊളി. അതുകൊണ്ട് എല്ലാം കണ്ട്. പൊതുവെ ഞാൻ പോകുന്നിടത്ത് ഒന്നും കാണാനില്ല. അതായത് 4 ദിവസം നിൽക്കെങ്കിൽ 2-3 സ്ഥലങ്ങളെ ഞാൻ കവർ ചെയ്യുള്ളൂ. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഈ വേദിയിൽ ഞാൻ എൻ്റെ ഭാര്യയെ സ്മരിക്കുന്നു. ഓർമ്മിക്കുന്നു. അതെ, ഈ ട്രിപ്പ് എനിക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ വൈഫാണ്. അതിൽ ഞാൻ അതിയായ സന്തോഷവാനാണ്. എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഒരു സെലിബ്രിറ്റിനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. പക്ഷെ മനസ്സിൽ അന്ന് അനുഷ്കയും തമ്മിനെയൊക്കെ ആയിരുന്നു. എന്തായാലും കിട്ടിയല്ലോ. അപ്പോ അലക്കി അങ്ങനെ സ്റ്റേജിൽ കയറി പരിചയമില്ല. പിന്നെ അത് മണ്ണായം കൊണ്ടാണ് ഇവനോട് കയറി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെ എല്ലാവരോടും വലിയൊരു നന്ദി. എല്ലാവരുമായിട്ട് കമ്പനിയായി, എല്ലാവരും നല്ല ഫ്രണ്ട്ലി. അതെ, വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് അൽഫാമിന്റെ എല്ലാം മാറ്റിയാ മതി. അത് തന്നെ. എല്ലാവരോടും നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപമിക്കുന്നു. താങ്ക് യു സുഹൃത്തെ, താങ്കളുടെ വാക്കുകൾക്ക് ഞങ്ങൾ സന്തോഷമുണ്ട്. ഞങ്ങളെ കാണുന്നതിൽ താങ്കൾക്ക് സന്തോഷമുണ്ടെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരുനബി എഴുതിയ സാരോപദേശങ്ങൾ, അരുളട്ടിഹപരാനുഗ്രഹങ്ങൾ,
കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദരവാങ്കുലികൾ ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എൻ്റെ കരളിലെ കരകൾ കഴുകിടുന്നു. നല്ലൊരു കൈഡിയുമായി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയ സുഹൃത്ത്. വെൽക്കം. കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. ബേക്കിൽ നമ്മളെ ഇന്നത്തെ പരിപാടിക്കുള്ള ടീം എൻ്റെ പേര് മോസിൻ എന്നാണ്. ഞാൻ കോഴിക്കോട് മാവൂരിന്നാണ്. കോഴിക്കോട് മാവൂരിന്നാണ് വരുന്നത്. പരിപാടി തുടങ്ങി. ഞാൻ ഈ ട്രിപ്പിൽ തീരെ പ്രിപ്പയർ ആയിട്ടില്ലായിരുന്നു. തലേന്ന് രാത്രി അഫാനെ വിളിച്ചിങ്ങാട്ട്, അതേപോലെ ഞാൻ പറഞ്ഞ മാതിരി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇശാ നിസ്കരിച്ചിങ്ങാട്ട് വെറുതെ ഇരുന്നതായിരുന്നു. ഞാൻ കണ്ണൂരായിരുന്നു ജോലിയുള്ളത്. അവിടുന്ന് വൈഫിനെ വിളിച്ച് ഈ പോകാൻ റെഡിയാണോ ചോദിച്ചു. അവൾ ആദ്യം പറഞ്ഞ് റെഡി അല്ല എന്ന് പറഞ്ഞു. പിന്നെ നേരെ വൈഫ് ഓക്കെ പറഞ്ഞ്. അത് തീരെ പെട്ടെന്ന് അന്ന് രാത്രി തലേന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞ് കൊച്ചിയിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ ആ ടൈമിന് പിന്നെ പെർമിറ്റിൻ്റെ കാര്യം അവർ ആയിക്കോളാം, നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എത്തേണ്ട കാര്യം മാത്രം നിങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിയാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ കറക്റ്റ് ടൈമിന് അവിടെ എത്തി. മാഷാ അല്ലാ, ഇന്നിപ്പോൾ നിങ്ങളെ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞ് മാഷാ അല്ലാ. വിചാരിച്ചകാട്ടിയും എത്രയോ അടിപൊളിയായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും. അൽഹംദുലില്ലാ. വരുന്ന പ്രത്യേകിച്ച് മഴയുണ്ട്, റെയിൻകോട്ട് 3 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ അതൊന്നും ഉപയോഗിച്ച് വന്നിട്ടില്ല. മാഷാ അല്ലാ. ഓക്കെ, എത്ര പറയാൻ. താങ്ക് യു സുഹൃത്ത്. 1959 അല്ലേ? വർഷം 1959 കോഴിക്കോടിൻ്റെ തെരുവീതികളിലൂടെ സംഗീതം എന്ന ലഹരിയുമായി അലഞ്ഞു നടന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, മുഹമ്മദ് സാബിർ ബാബുരാജ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വന്ന പ്രിയ സുഹൃത്തിന് നല്ലൊരു കാര്യം കൊടുക്കുക അല്ലേ? ഒത്തിരി കലാസ്നേഹികളുടെ നാടാണ്. സംഗീതത്തിന് ഒത്തിരി അല്ലേ? ഒരു 40 വർഷം പുറകോട്ട് പോയ കോഴിക്കോടിൻ്റെ ഓരോ 5 കിലോമീറ്റർ ചുറ്റിലും ഒരു ക്ലബ്ബ് ഉണ്ടാവും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് താങ്ക് യു സുഹൃത്തെ, താങ്കളുടെ വാക്കുകൾക്ക് നന്ദി. നമുക്ക് സമയമായി മോനെ. ഓക്കെ, ബാക്കി വെൽക്കം. വെൽക്കം. നമുക്ക് കൊല്ലത്ത് നമ്മളെ പ്രിയ സുഹൃത്ത് സ്വാഗതം ചെയ്യാം. വെൽക്കം. പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് വെൽക്കം. താങ്കൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പരിചയമില്ല. ഞങ്ങൾ ഗ്രൂപ്പ് ടൂർ അങ്ങനെ പോകാറില്ല. ഗ്രൂപ്പ് ടൂറിൽ ആദ്യമാണ് ചൈന പോയത് ഗ്രൂപ്പ് ടൂറാണേ. പിന്നെ ഞങ്ങളൊരു 4 പേര് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ്. അതിൽ ഞങ്ങൾ 2 ആൾ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ വൈഫ് SBIയിൽ വർക്ക് ചെയ്യുന്നു. SBIയിൽ. പിന്നെ മൂത്ത മോൻ ഫ്രാൻസിലാണ്. രണ്ടാമത്തെ ആൾ +2, മോള് 7th. ഞങ്ങളൊരു കൊച്ച് ലൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ യാത്രകളാണ് ഇപ്പോൾ താല്പര്യം. വൈഫ് വീട്ടിൽ ഇങ്ങനെ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. നമ്മളിങ്ങനെ പോകുന്നു. ഓക്കെ, സന്തോഷം. നമുക്ക് അടുത്ത സുഹൃത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം. നമസ്കാരം. എൻ്റെ പേര് മധു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. സ്ഥിരമായി യാത്രകൾ ചെയ്യാറുണ്ട്. 41 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. വൈഫ് 2 മക്കളുണ്ട്. മകൻ മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു. മകൾ ടീച്ചിങ് ഫീൽഡാണ്. ഓക്കെ, ഇനി പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഓക്കെ, കേരളത്തിൻ്റെ സംസ്കൃതി, കേരളത്തിൻ്റെ കല എല്ലാം ലോകത്തിന് നിർവഹിച്ച ഒരു പൂരങ്ങൾ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ്. താങ്കളിലേക്ക് വീണ്ടും വരും. ഓക്കെ, വെൽക്കം. പ്ലീസ് വെൽക്കം. മോളി കയറിയിരിക്കുന്നു. വാ. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ നിൻ രൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും. ഒരിക്കൽ താങ്കൾ ചെവിയിൽ പാടിയിരുന്നു അല്ലേ? അല്ലേ? വെൽക്കം. എൻ്റെ പേര് സാദിഖ്, കൊല്ലം ജില്ലയാണ്. വൈഫ് കോട്ടയം, നസിഹ സത്താർ. ലവ് മാരേജാ? കൊല്ലം കോട്ടയോ? കൊല്ലം കോട്ടയം. ഓ
മാട്രിമോണി കപ്പിൾസ്. തരാം വാപ്പ തരാം. ഓൾ ഗുഡ്. വന്ന് നല്ല എൻജോയ് ചെയ്തു. എല്ലാ ടൈമിങ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. സോ ഫോർ 3 days പെട്ടെന്ന് തന്നെ പോയി. ലാൻഡ് ചെയ്ത മുതൽ ഈ ടൈം വരെ വി ആർ വെരി ഹാപ്പി. എന്തോ ചെയ്തു കഴിഞ്ഞു. ഓക്കെ. പിന്നെന്താ, ഞാൻ സൗദിയിലാണ്, ഓയിൽ ആൻഡ് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. വൈഫ് നിലവിൽ ഹൗസ് വൈഫ്, ബട്ട് ഒരു ആഡ് കമ്പനിയിൽ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് HR ആയിട്ട്. സോ വി ആർ പ്ലാനിങ് ടു കണ്ടിന്യൂ. അറിയില്ല, വീട്ടിൽ ഇരിക്കാനാണ് മോസ്റ്റ്ലി സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബട്ട് അറിയില്ല. എന്തായാലും എനിക്ക് ജോലിക്ക് ഉണ്ടെന്നാണ്. ഓക്കെ. എന്താണ് അവള് സഹകരിക്കുന്നു വിചാരിക്കുന്നില്ലേ കുറച്ച് കഴിയുമ്പോ? എനിക്ക് വ്ളോഗറിന്റെ കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇവരുടെ കല്യാണത്തിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, റീൽസ് ഒക്കെ. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരാഴ്ച കഴിയുമ്പോൾ കാണാൻ പറ്റുമെന്നൊക്കെ. ഈയിടെ കണ്ടേ ഉള്ളൂ ഞാൻ. പിന്നെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ എല്ലാരും പരിചയപ്പെടുത്തിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 2 അമ്മമാരെ കിട്ടിയിട്ടുണ്ട്. അതെ ഞാൻ എടുത്തു പറയേണ്ടതാണ്. കഴിക്കുന്നതിനല്ല, അവര് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്റെ കുട്ടീനെ കഴിപ്പിക്കും. പിന്നെ അതുപോലെ പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം കൂടി ഉണ്ട്. നമ്മൾ നിങ്ങളെല്ലാരും കയാക്കിങ്ങിനും ഇതിനൊക്കെ പോകുന്ന സമയത്ത് ബേബിനെ നോക്കാൻ ഞാൻ നോക്കാന്ന് പറഞ്ഞ് എടുത്തിട്ട് പോലുണ്ടായി. ചേച്ചിമാർക്ക് പുറമെ നമ്മളെ ഇവരും നോക്കുന്ന ഞാൻ കണ്ടു. അന്ന് നമ്മള് ഇതിന് പോയ സമയത്ത് സ്നോർക്കലിങ്ങിന് പോയപ്പോ ഇപ്പൊ സന്തോഷം എല്ലാരെയും കണ്ടതില്. പിന്നെ അഫാമിന്റെ ആരാണെങ്കിലും എപ്പോ വിളിച്ചാലും ആള് വിളിപ്പുറത്താണ്. അതെ സത്യം. വിളിക്കേണ്ടി വന്നു. സന്തോഷം. ഇനിയും പ്ലാൻസ് ചെയ്യാനുള്ള താല്പര്യമുണ്ട് നിലവില്. സത്യം. ഹാപ്പി ടു സീ ഓൾ. താങ്ക് യു. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് പരിചയപ്പെടൽ സെഷൻ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാമാണ്, ലക്ഷദ്വീപിൻ്റെ തനതായ കൾച്ചറൽ പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അപ്പോൾ അത് അവരുടെ ഒരു പ്രോഗ്രാം മാത്രമായി മാറരുത്, അതിലേക്ക് നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അതിലൊരു ത്രില്ലുള്ളൂ. കാരണം നമ്മൾ എല്ലാവരും ഒന്നും ചെയ്യുന്ന പ്രോഗ്രാമല്ല, നമ്മൾ സ്പെഷ്യലി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ മാറുക. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരാൻ വൈകി, അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിൻസ് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ ആളിറങ്ങിയത്. അതിൽ സെറ്റായി ടൈമിങ്. അതിന് ചേട്ടന് ഏറ്റവും നല്ലൊരു കയ്യടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തട്ട് പാട് തന തന തന്ത താനൈനാ തന താന തന്ത താനൈനാ താനന തന്ത താനൈനാ തന താന തന്ത തന തനൈനാ താനൈനാ തന താന തന്ത താനൈനാ ആ തകൃത കിടക്ക വളഞ്ഞിട്ട് ഇന്ത്യൻ ജവാന്മാർ മുന്നോട്ട് സമരമിൽ വിജയമതേറിയിട്ട് മഹാരാഷ്ട്ര ഇന്ത്യ ജയ ജയ ഹേ. ആഹാ തന തന തന്ത താനൈനാ തന താന തന്ത താനൈനാ താനന തന്ത താനൈനാ തന താന തന്ത തന തനനായ് ആഹാ ഏറ്റുവാട ആഹാ ഓ തീമിദോ ചൈ പാടെ താലില്ല തെരികിട ബിന്ദു തീഹാമിന്ന് സുജൈകൾക്കെല്ലാമുണ്ട് ഹത്തോതിടൂമീൻ പാടേണ്ടുന്ന തീഹാമിന്ന് ഇഹ്റാജായുള്ളോരിൽ അഹ്ബാബത്തെ സുജൈകൾ ദേഹക്കോതി
പാടെ കണ്ടഞ്ച താമൻ കുണ്ടന്നൂമൈറും പിൻ കിബ്രനാം ജാബിറബുൽ ഹുസൈനോം ഇതുവൽക്കെ മക്കാരായുള്ള നാമക്കാരർ പാടെ കണ്ടും നബിയുള്ള ഇന്ന് ഇഹ്റാജായുള്ളോരില്ലഹ്വാബത്തെ സുജൈകൾ ദേഹക്കോടി ഇൻപാടെ കണ്ടഞ്ചാഹൽ താമൻ കുണ്ടന്നൂമൈറും ബിറനാഞ്ചാബിറബുൽ ഹുസൈനോ മിതുവൈക്കെ മക്കാര ുള്ള നാമക്കാരർ പാടേണ്ടും നബിയുള്ളാവിന്റെ തീഹാമിന്ന് ായുള്ളോരില്ലഹ്വാബത്തെ സുജൈകൾ പാടുവാൻ മതി ഏതെല്ലാം വിളിച്ച് പാട്ടാണ് താനെ അത്യം പറ്റോ തരികട പാടെ താന താന തേൻ 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 താന തേൻ തേൻ താന താന തേൻ തേൻ താലോ പാടെ താന തേൻ തേൻ താന തേൻ തേൻ दिगरदा में बुलबुल वरबिले जलजल लम्माली चंचल अनवाए पाड़े आहा അർശിലെ പുലി ഞാൻ ഇഹത്തിലെ നദി ഞാൻ കൊല്ലത്തിലെ പുലി ഞാൻ കൊല്ലബായേ പാടെ തന തന തേൻ 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 തന തേൻ തേൻ തന തേൻ തന തന തേൻ 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 തന തേൻ തന തന തേൻ തേൻ താലോം പാടെ തന തന തേൻ 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 തന തേൻ തേൻ തന തന ഒത്തിരിതോ തൈത ഞങ്ങള് കോൽമുട്ട നമ്മുടെ കേരളത്തിൽ കളിക്കുന്നുണ്ടാവും കോൽക്കളി അല്ലേ മലപ്പുറം ഭാഗത്തൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷദ്വീപിലെ കോൽക്കളി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിലയിരുത്തുക ഓക്കെ എന്താണെന്നുള്ളത് നമ്മുടെ മൊയ്തീൻകുട്ടി വൈദ്യരുടെ പാട്ടുകളും ലക്ഷദ്വീപിൻ്റെ നാടൻ പാട്ടുകളും ഉപയോഗിച്ചാണ് ഈ പാട്ട് റെഡിയാക്കിയത് ഓക്കെ ബെഞ്ഞച്ചും ചുറയാണ് അറബിക്കടലിൻ പവിയ പുറ്റുകളായി കൊണ്ടിവിടർന്ന അലയടി താലോലിച്ചൊരു ദ്വീപ് പങ്ങാരം കടലിൽ ലക്ഷദ്വീപുകളിൽ വച്ചേറ്റം സുന്ദരിയായൊരു വിളയാടും നാട് ബംഗാരം അറബിക്കടലിൻ പവിയ പുറ്റുകളായി കൊണ്ടിവിടന്നൊരു ഇതാലോലിച്ചൊരു ദ്വീപ് ബംഗാരം കടലിൽ ലക്ഷദ്വീപുകളിൽ വച്ചേറ്റം സുന്ദരിയായൊരു കുന്തികയായി വിളയാടും നാട് ബംഗാരം കൂറിയ ചുറ്റി വളഞ്ഞ ലഗൂണിൽ കരകൗശലമാം കേന്ദ്രങ്ങൾ ആടകമാം കടൽ പൂക്കളും ഭാരകൾ പൈക്കള തിങ്കിളി മാതങ്ങൾ ഹർമ്മ്യത്തില്ല പുള്ളി കവടി കത്തി കവടി വിധാനങ്ങൾ ഉലകം വെള്ളക്കവടി ബലം വിളി കക്ക ഗോക്ക കൂട്ടങ്ങൾ എന്തൊരു സീനത്ത് കണ്ടാൽ അത്ഭുത ലോകത്ത് അവിടം ഒറ്റത്തെങ്ങുൾ പരളി വിളിക്കും സഞ്ചാരികളെ ആകർഷിക്കും അറബിക്കടലിൻ അറബിക്കടലിൻ പൊന്തിടന്നൊരു അലയടി താലോലിച്ചൊരു ദ്വീപ് ബംഗാരം കടലിൽ ലക്ഷദ്വീപുകൾ സുന്ദരിയായി വിളയാടും നാട് ബംഗാരം
തിളഞ്ഞോ പാറി പാറി സൂപരികത്തിൽ കളിക്കുന്നോരേ പാറി പാറി സൂപരികത്തിൽ കളിക്കുന്നോരേ കൂലി ഹംസത്തിബ്നു അബ്ദുൽ മുത്തലിബോരേ അബ്ദുൽ മുത്തലിബോരേ പാറി പാറി സൂവർഗത്തിൽ കളിക്കുന്നോരേ പാറി പാറി സൂവർഗത്തിൽ കളിക്കുന്നോരേ കൂലി ഹംസത്തിബ്നു അബ്ദുൽ മുത്തലിബോരേ അബ്ദുൽ മുത്തലിബോരേ പോയി റസൂലൻ നബിക്ക് വന്നവർ അസദുള്ള അഭ്യാസങ്ങളിലല്ല റസൂലൻ നബിക്ക് യുദ്ധത്തൊഴിലഭ്യാസങ്ങളിലല്ല ചൂരിതത്തൊഴിലും മടൽ സമ്പാദിച്ചോരേ പുലി ഹംസത്തിബ്നു അബ്ദുൽ മുത്തലിബോരേ അബ്ദുൽ മുത്തലിബോരേ പാറി പാറി സുവർഗത്തിൽ കളിക്കുന്നോരേ പാറി പാറി സുവർഗത്തിൽ കളിക്കുന്നോരേ പുലി ഹംസത്തിബ്നു അബ്ദുൽ മുത്തലിബോരേ അബ്ദുൽ പോയി റസൂലൻ നബിക്ക് അസദുള്ള തൊഴിലഭ്യാസങ്ങളിലല്ല ഈ റസൂലൻ നബിക്ക് അസദുള്ള തൊഴിലഭ്യാസങ്ങളിലല്ല ചൂരിതത്തൊഴിലും മടൽ സമ്പാദിച്ചോരേ പുലി ഹംസത്തിബ്നു അബ്ദുൽ മുത്തലിബോരേ അബ്ദുൽ കരുണാപ്രസാരി കൗതുകനൂരി കരുണാപ്രസാരി കൗതുകനൂരി മൗലാ ബുഹാരി യാദത്തക്കീർ സിംഹാസനം സ്വർഗത്തപ്പതിലാക്കി കാരുണ്യപ്പൂവാഴെ ഫാത്തിമത്തുൽ സുഹ്റ പാവന ജീവാഴെ കത്തന്നറിച്ചിലെ പുലിയലിയാലെ കൺമണി സൗദത്തായ മുനീറെ കത്തിത്തളിയന കഞ്ചകനോ അകത്തി വെക്കുവേ ബഹുമാന അയകൊത്തബി കുഞ്ഞി മറഞ്ഞ കൽപ്പിട്ടിദീപേ അയകൊത്തബി കുഞ്ഞി മറഞ്ഞ കൽപ്പിട്ടിദീപേ ആ കത്തിദീപിൻ ചാരത്തായി നിൽക്കും സഖിയേ ആ കത്തിദീപിൻ ചാരത്തായി നിൽക്കും സഖിയേ അയകൊത്തബി കുഞ്ഞി മറഞ്ഞ കൽപ്പിട്ടിദീപേ കുഞ്ഞി മറഞ്ഞ കൽപ്പിട്ടിദീപേ ഭരണ സാരഥി തിരിച്ചിടും നാളിൽ ദീപിൽ പെരുത്ത ഹീനത വരുത്തും സ്ത്രീകളിൽ ബ്രിട്ടീഷ് ഭരണ സാരഥി തിരിച്ചിടും നാളിൽ ദീപിൽ പെരുത്ത ഹീനത വരുത്തും സ്ത്രീകളിൽ ദീനത്ത് മഞ്ജുകൾ പെരുത്ത യുവതികൾക്കല്ല ദീനത്ത് മഞ്ജുകൾ പെരുത്ത യുവതികൾക്കല്ല ഈ ജത്തരം ഭയന്ന് പോകുമോ ഭയന്നല്ല ആ കത്തി ദ്വീപിൻ ചാരത്തായി നിൽക്കും സഖിയേ ആ കത്തി ദ്വീപിൻ ചാരത്തായി നിൽക്കും സഖിയേ അയകൊത്തബി കുഞ്ഞി മറഞ്ഞ കൽപ്പിട്ടി ദ്വീപേ കൽപ്പിട്ടി ദ്വീപേ സദാ തലോടിടുന്ന ദ്വീപിലെ സന്തുളും വിടുന്ന കലകൾ ശൗക്കിലെ എത്തതായി വളർത്തുവാനുദിച്ച സംഗമി കലാവിരുന്ന് കാഴ്ച വച്ചിടും ജവാഹറേ അറബിക്കടൽ സദാ തലോടിടുന്ന ദ്വീപിലെ ചെറുമാന സന്തുളും വിടുന്ന കലകൾ ശൗക്കിലെ കരയറ്റതായി വളർത്തുവാനുദിച്ച സംഗമി കലാവിരുന്ന് കാഴ്ച വച്ചിടും ജവാഹറേ ദേശകൾ സമയത്തിടും കല കത്തി ദ്വീപിലെത്തി ഉത്സവങ്ങള സദീപിൻ ഭാഷ ദേശകൾ സമയത്തിടും കല കത്തി ദ്വീപിലെത്തി ഉത്സവങ്ങള അതുപോലെ മണിതൻ ഒപ്പന പാട്ടും
ഒപ്പനപ്പാട്ടും അതുപോലെ ദഫ്കളി പരിചക്കളിയാട്ടം കരത്തായി നിൽക്കും സഖിയേ ദീപിൻ സഖിയേ അയകൊത്തബി കുഞ്ഞി മറഞ്ഞ കൽപ്പിട്ടി ദീപേ തന തനനായി തന 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 തനോ അതം തന തനോ തന തനോ തന 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 തനോ അതം തന തനോ കുതിര മീനയ കുരമീന അഹാണി നിരീന തന 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 തനോ അതം തന തനോ ഹയ്യയ്യ 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 1 2 3 4 അതാണ് തിരിച്ചു വാ 4 അത്രേ ഉള്ളൂ അതന്നെ നാലാമത്തെ ചാട്ടം ഉണ്ട് കെട്ടി അത്ര ബാബാ ഞാൻ നോക്കും ചാടിക്കോ കണ്ടിട്ട് സ്റ്റോപ്പ് ആവല്ലേ ആ സ്റ്റോപ്പ് ആവാ ചാട്ടം കറക്റ്റാണ് സ്റ്റോപ്പ് ആവാ 3 4 കാല് പൊക്ക നാലാമത്തെ കാല് പൊക്ക ഫോലോ ചാട്ടും ചാട് കാലം മടക്കി ലങ്കടി അടിക്കില്ല അതാണ് നാലാമത്തെ ലങ്കടി അടിച്ചാൽ മതി നാലാമത്തെ ലങ്കടി 1 2 3 4 1 2 3 4 1 2 3 കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് मारा है दोस्तों एहसान मेरे दिल का तुम्हारा है दोस्तों एहसान मेरे दिल വിളിച്ചിട്ട് मैं ഫോട്ടോ എടുക്കാം നിങ്ങളൊപ്പം ഇവരൊപ്പം ചേട്ടാ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുമിച്ച് അതിൽ തുള്ളൊക്കെ ചെയ്ത് ഓടണ്ട ഓടിത്തളരണ്ട ഓമനപ്പൂമോകം പാടിടേണ്ട അതല്ല പറഞ്ഞു കൊടുക്കാൻ ഗായ്സ് നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ അവസാനമായിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് വരുവാക നമ്മൾ അപ്പം എടുത്ത ഫോട്ടോ ഇന്ന് എടുത്തത് ഇന്ന് രാവിലെ ഇന്നെടുത്ത ഫോട്ടോ ആണ് ഇന്ന് ഫ്രെയിം ചെയ്ത് തന്ന നമുക്ക് അടിപൊളി ഇത് ഭയങ്കര അടിപൊളി അല്ല ഇത് എന്നെടുത്തതാ ഇന്നെടുത്തല്ലോ ശ്രീരാഗിന്റെ ബർത്ത്ഡേ ഞാൻ മെല്ലോ മൈൻസിന്റെ കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. അപ്പൊ വിഷയത്തിൽ ഞാൻ ശ്രീരാഗിന് വേണ്ടിട്ട് ഓൾ പാഞ്ഞ തട്ടൂലായിരിക്കും. Happy birthday to you. ആർക്ക് കൊടുക്കും? അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ലക്ഷദ്വീപ് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം 7 ഞങ്ങൾക്ക് 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഇത് ഞങ്ങളെ വന്നപ്പോൾ ഞങ്ങളെ ഇവിടുന്ന് സ്വീകരിച്ച് ഇവിടെ എത്തിച്ച് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അയ്യൂബ് ഖാൻ. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്, എന്താണ് ജസരിക്കാരൻ. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ വരുമ്പോൾ കാറ് ആവശ്യമുള്ളവർ ജസരിക്കാരനെ ബന്ധപ്പെടുക. പിന്നെന്താ ഞങ്ങൾക്ക്
ഞങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ കുറച്ച് നേരം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ കുറിച്ച് 2 വാക്ക്. നിങ്ങളെ പൊക്കി പറഞ്ഞില്ലേ? പൊക്കി പറഞ്ഞായിരുന്നില്ലേ? സത്യം പറഞ്ഞ എന്ത് പറയാ, ഇവര് നല്ലൊരു എന്താ പറയാടേ, നല്ല ദമ്പതിമാരാണ്. തീർച്ചയായിട്ടും ഒരു ഹാപ്പി ആയിട്ട് എന്നും ഒരു സന്തോഷത്തിൽ മുമ്പോട്ട് പോവട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയാ അപ്പൊ എനിക്ക് അതിനെ പറയാനുള്ള, അദ്ദേഹം കല്യാണം കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തോളമായി. അപ്പോ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ അത് പോയിക്കൊണ്ട് എയർപോർട്ടിക്ക് ഇപ്പൊ ഏകദേശം ഇപ്പൊ എത്തും. ഇവിടെ തന്നെ ആണ്, ഇവിടെ അടുത്ത് തന്നെ. ഇനിയിപ്പോ എത്ര ദൂരാണെങ്കിലും ഇവിടെ അടുത്ത് തന്നെ. അതാണ് ഇവിടുത്തെ ഏറ്റവും അങ്ങേ അറ്റത്താണ്. പക്ഷെ അതെ, അടുത്താണ്. അതാണ് മെയിന്. ഇവിടെ രാവിലെ ബാക്ക് ക്യാമറ കാണിച്ചത് ലക്ഷദ്വീപത്തെ പുലരികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം രാവിലെ 7. റോഡിലൊക്കെ റോഡിലൊക്കെ ആൾക്കാർ കുറവാണ്. എല്ലാവരും എണീറ്റ് വരുന്നുള്ളൂ. എല്ലാ മടിയന്മാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, യെസ് ഗൈസ്, എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം ഒരു 9 മണി 10 മണിയൊക്കെ ആവും ഞങ്ങൾ ഉണരാൻ. ഇവിടെ കുട്ടികൾക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ? ഇല്ലല്ല, വൈകുന്നേരം വരെ ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ കുട്ടികൾക്ക് ഉച്ചക്ക് വരുന്നതുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉച്ച വരെ ഉള്ളൂ. ഇല്ല, ഉച്ചവരെ ഒന്നുമില്ല. ഉച്ചക്ക് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന, ഫുഡ് കഴിക്കാൻ പോകുന്ന, ഫുഡ് കഴിച്ച് തിരിച്ചു വരും. അത് നല്ലൊരു പരിപാടിയാണ്. അതായത് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഉച്ചക്ക് വിടുന്നതായിരിക്കും. അതും വീട്ടിലേക്ക്. അത്രേ ഉള്ളൂ. അതായത് ദൂരം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. കുട്ടികൾക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് വരാൻ പറ്റുന്ന ഒരു ദൂരമേ ഉള്ളൂ. അതിന് പോയി വരും. ഞാൻ ഇവിടെ വണ്ടിയൊക്കെ ഓടിച്ച് നിൽക്കാം. ഗായ്സ്, അങ്ങനെ ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് ഗായ്സ്. ഫ്ലൈറ്റിന്റെ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാ കാണാം. ഓ, കെട്ടിപ്പിടിച്ച് പിരിയുന്നു. അതെ, നീ ഇത് അതിലേക്ക് തന്നെ വെക്ക്. അങ്ങനെ എല്ലാരും റെഡി എത്തി. താങ്ക് യു. അപ്പൊ ഞങ്ങള് എല്ലാരും എത്തി. ഹായ്, ഞാൻ കയറട്ടെ? ഗായ്സ്, അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് വിടുന്നു. നല്ല നമ്മൾ അങ്ങനെ പോവുകയാണ് ഗായ്സ്. എങ്ങനെയാ? മൊബൈൽ നമ്പറിന്റെ ഇന്ത്യൻ നമ്പേഴ്സ് പ്ലസ് ബ്രില്യൻ്റ് തന്നെ. ലക്ഷദ്വീപിൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടി. കൂടെ നല്ല അടിപൊളി ടാനും കിട്ടി. എനിക്ക് അതെ, പക്ഷെ നല്ല അനുഭവം. ലക്ഷദ്വീപിൽ അല്ലെങ്കിൽ ഇങ്ങനെ വെയിലുള്ള സ്ഥലത്ത് പോകുന്നത് ശ്രദ്ധിക്കുക. ഫുൾ സ്ലീവ് എടുക്കുക. അതെ, ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല രീതിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. സൺസ്ക്രീൻ എടുത്തിട്ട് കാര്യമില്ല, വെള്ളത്തിറങ്ങുമല്ലോ, ഒലിച്ചു പോകുന്നാലും ഒരു സമാധാനത്തിൻ്റെ അടുത്തേക്ക് തന്നെ. ഇതൊക്കെ എടുക്കുന്ന ഈ ദുബായി നിങ്ങ വന്നാ ഇതൊന്നും എടുക്കണ്ട, അത് ഉരുട്ടിയായിട്ട് പോട്. കൊറേ ഉണ്ടോ? എന്റെ മോനെ, മതി മതി, പവർ ഉണ്ട്. എനിക്ക് ബാറ്റ്മാൻ ആണോ സ്പൈഡർമാൻ ആണോ സൂപ്പർമാൻ ആണോ ഇഷ്ടം? അറിയില്ല, ഇന്നലെ തോറ്റ്. കോയി റൊണാൾഡോ തോച്ച്. അപ്പൊ മെസ്സിക്ക് ചാടില്ല. ഇനി ഗൈസ്, അങ്ങനെ പോവാനായി.
അപ്പൊ പോട്ടെ, അടുത്ത ട്രിപ്പ് കപ്പിളായി പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കപ്പിളായി പോവാനോ? എടാ എനിക്ക് കപ്പിളായി പോവാന്. അതെ അതെ, എനിക്ക് എത്ര വയസ്സായി? അപ്പൊ സമയവും ആയി. ഓക്കെ എന്നാ നാട്ടിലോട്ട്, നേരെ നാട്ടിലേക്ക്. എന്നാ ഓക്കെ, എവിടെയെങ്കിലും വെച്ച് കാണാം. റെഡിയായോ? റെഡിയായോ? ഇപ്പോഴും ഓണായില്ല. പോട്ടെ പോട്ടെ, ഒരു ബായ് പറ. സേ ബായ്. ആ, എനിക്കാരെ മിസ് ചെയ്യുന്നേ? ആരാ മിസ് ചെയ്യുന്നേ? നാളാന്നോ? ഒരു ബായ് പറഞ്ഞാളോ ഓളോട്? പറ, ഒരു ബായ് പറ. ഒരു മുട്ടായി ഒക്കെ കൊടുത്ത് ബായ് പറഞ്ഞ. എനിക്ക് വിഷമാണ്. സാരല്ല, പോട്ടെ, സാരല്ല. അടുത്ത ട്രിപ്പിന് കാണല്ലേ. ഹസ്ബൻഡ് നമ്മളെ പോലെ കല്യാണം കഴിഞ്ഞ 1 മാസമായി വന്നത്. അപ്പൊ എല്ലാരോടും ബായ്. ബായടാ, എവിടെയെങ്കിലും വെച്ച് കാണാം ഇൻഷാ അല്ലാ. എന്നാ ശരി. അങ്ങനെ അമ്മയുടെ പോയി പോട്ടെ. ബായ്, കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാം. ഓര് പോയോ? മറ്റേ ചേട്ടൻ എവിടെ പോയി? ആ, എന്നാ ഓക്കെ. ഇതാണ് ചേട്ടൻ. മറ്റേ ചേച്ചി ചേട്ടനൊക്കെ പോയോ? ഒരു വേറൊരു ചേച്ചി ചേട്ടനോട് ഇല്ലേനോ? ഗൈസ്, എല്ലാരും ബായ് പറഞ്ഞ് പിരിയാണ്. ബൈ ബൈ. താങ്ക് യു. ഓക്കെ, വിളിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും.